സോ ഹായ് എവരിവൺ, നമ്മളിന്ന് എടുക്കുന്നത് കഴിഞ്ഞ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുകളാണ് ടാക്സോണമിയുടെ. ഫസ്റ്റ് വൺ, ഗൈനോബേസിക് സ്റ്റൈൽ കാണുന്നുണ്ട്. ഗൈനോബേസിക് സ്റ്റൈൽ ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫ്യൂച്ചർ ഓഫ് ദി ഫാമിലി. ടാക്സോണമിയുടെ ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് നോക്കാം. ഗൈനോബേസിക് സ്റ്റൈൽ എന്ന് പറയുന്നത് ഏത് ഫാമിലിയുടെ ക്യാരക്ടറാണെന്ന് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം. ഗൈനോബേസിക് സ്റ്റൈൽ എന്നത് ലാമിയേസി എന്ന് പറയുന്ന ഫാമിലിയുടെ ഒരു ക്യാരക്ടറാണ്. ലാമിയേസി എന്ന് പറഞ്ഞ ഫാമിലിയുടെ ഒരു ക്യാരക്ടറാണ്. ഞാൻ ലാമിയേസി ഫാമിലി എടുത്തോ പറഞ്ഞായിരുന്നു. ഈ തുമ്പയും തുളസിയും ഒക്കെ വരുന്ന, ഓസിമോ ലൂക്കാസ് ആസ്പെരയൊക്കെ വരുന്ന, വേർട്ടിസില്ലാസ്റ്റർ ഇൻഫ്ലോറസൻസ് ഒക്കെ വരുന്ന ഒരു ഫാമിലിയാണ് ലാമിയേസി. ലാമിയേസിൽ വരുന്ന മറ്റ് മെമ്പേഴ്സുകൾ ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾക്കത് ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. മെന്ത പൈപ്പറേറ്റ, പൊതീന, മെന്തോൾ എടുക്കുന്ന അത് ലാമിയേസിയാണ്. ലൂക്കാസ് ആസ്പെര തുമ്പ, ഒസിമം സാങ്ക്ടം തുളസി, ഈ പറയുന്ന ഫാമിലികളൊക്കെ വരുന്ന ആരോമാറ്റിക്കായ ഒരു പ്ലാന്റ് ഗ്രൂപ്പ് വരുന്നൊരു ഫാമിലിയാണ് ലാമിയേസിയ. ലാമിയേസിയെ വിളിക്കുന്ന വേറൊരു പേരാണ് ലാബിയേറ്റ. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എയും ബിയും ആണ്. അതായത് സി ആണ് ആൻസർ. ലാമിയേസിയ മാത്രം എഴുതിയാലും ആൻസർ ആവില്ല, ലാബിയേറ്റ എന്ന് എഴുതിയാലും ആൻസർ ആവില്ല. സി, എ ആൻഡ് ബി എന്ന് എഴുതിയാലാണ് ആൻസർ. കാരണം ലാമിയേസിയുടെ മറ്റൊരു പേരാണ് ലാബിയേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെന്തോൾ ഈസ് എൻ എസെൻഷ്യൽ ഓയിൽ ബിലോങ്സ് ടു ദ മോണോടെർപിൻ ക്ലാസ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്ലാന്റ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന്, പ്ലാന്റിൻ്റെ സെക്കൻഡറി മെറ്റബോളൈറ്റ്സിനെ മൂന്നായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. മെയിനായിട്ട് മൂന്നായിട്ട്. ഒന്ന് ഫീനോൾ, ഇത് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ടെർപ്പീൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് പ്ലാന്റിൻ്റെ സെക്കൻഡറി മെറ്റബോളൈറ്റ്സിനെ മൂന്നായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് ടെർപ്പീൻസ് ആണ്. ടെർപ്പീൻ എന്ന് പറയുന്നത് ലാർജസ്റ്റ് ക്ലാസ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഫീനോളാണ്. ഫീനോൾ ഈസ് എ മോസ്റ്റ് ഡൈവേഴ്സ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എമംഗ് ദി പ്ലാന്റ് കിങ്ഡം. തേർഡ് എന്ന് പറയുന്നത് ആൽക്കലോയിഡ്സ് ആണ്. അതായത് നൈട്രജൻ കണ്ടെയ്നിങ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. നൈട്രജൻ കണ്ടെയ്നിങ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന് പറയുന്ന പേരാണ് ആൽക്കലോയിഡ്സ്. ഇപ്പോൾ മോർഫിന്, കോഡിന്, നിക്കോട്ടിന്, മരിജ്വാന് ഒക്കെ പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഡ്രഗ്സുകളൊക്കെ ആൽക്കലോയിഡിൻ്റെ കാറ്റഗറീസാണ്. സോ മെന്തോൾ എന്ന് പറയുന്ന ഒരു മോണോടെർപ്പീൻ ക്ലാസ്. എന്താ മോണോടെർപ്പീൻസ് പറഞ്ഞാൽ? അതായത് ടെർപ്പീൻസിനെ സിംഗിൾ യൂണിറ്റിനെയാണ്, ടെർപ്പീൻസ് ഉണ്ടാക്കിയിരിക്കുന്ന സ്ട്രക്ചറൽ യൂണിറ്റിനെയാണ് ഐസോപ്രിൻ എന്ന് പറയുന്നത്. ഐസോപ്രിൻ എന്ന് പറയുന്നത് ഒരു 5 കാർബൺ കോമ്പൗണ്ടാണ്. അതിനാണ് ഐസോപ്രിൻ യൂണിറ്റ് അല്ലെങ്കിൽ മോണോമർ യൂണിറ്റ് ഓഫ് ടെർപ്പീൻസ് എന്ന് പറയുന്നത് എന്താണ്? ഐസോപ്രിൻ ആണ്. ഒരു 5 കാർബൺ കോമ്പൗണ്ടാണ്. അതിലോട്ട് ഒരു ഐസോപ്രിനും കൂടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐസോമറും കൂടെ അല്ലെങ്കിൽ ഡൈമീഥൈൽ അല്ലൈൽ ഫോസ്ഫേറ്റ് DMAP എന്ന് പറയുന്ന ഐസോമറോടെ കൂടി ചേർന്നുണ്ടാകുന്നതാണ് മോണോടെർപ്പീൻസ്. അപ്പം മോണോടെർപ്പീൻസ് എന്ന് പറഞ്ഞാൽ 10 കാർബൺ കോമ്പൗണ്ടാണ്. ഇനി ഒരു 10 കാർബണും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അതിനെ ഡൈടെർപ്പീൻസ് എന്ന് പറയും. അപ്പോൾ മോണോടെർപ്പീൻസിന് എക്സാമ്പിളാണ് എസെൻഷ്യൽ ഓയിൽസ്. ഈ പറഞ്ഞ മെന്തോൾ ഒരു എസെൻഷ്യൽ ഓയിലാണ്. പിന്നെ ലിമോണിന്, പിന്നെ പറഞ്ഞ പുൽത്തൈലം, ലെമൺ ഗ്രാസ് ഓയിൽ, അതൊക്കെ എസെൻഷ്യൽ ഓയിൽസ് ആണ്. അത് ഏതാ കാറ്റഗറി? മോണോടെർപ്പീൻസ്. മോണോടെർപ്പീൻസ് അല്ലെങ്കിൽ സെസ്ക്യൂ ടെർപ്പീൻസ് എന്ന് പറയും. സെസ്ക്യൂ എന്ന് പറഞ്ഞാൽ 15 കാർബണുള്ള കോമ്പൗണ്ടിനെയാണ്, ടെർപ്പീൻസിനെയാണ് സെസ്ക്യൂ ടെർപ്പീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അബ്സിസിക് ആസിഡ്, പ്ലാന്റ് ഹോർമോണായ അബ്സിസിക് ആസിഡ് ആക്ച്വലി ഡിറൈവ് ചെയ്യുന്നത് ഒരു സെസ്ക്യൂ ടെർപ്പീൻ കോമ്പൗണ്ടാണ്. സെസ്ക്യൂ ടെർപ്പീൻസ് എന്നാണ് അബ്സിസിക് ആസിഡ്. അബ്സിസിക് ആസിഡിൻ്റെ പ്രിക്വേഴ്സർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെസ്ക്യൂ ടെർപ്പീൻ. അപ്പോൾ സെസ്ക്യൂ ടെർപ്പീൻ എന്ന് പറഞ്ഞാൽ 15 കാർബണാണ്. ഇവിടെ മോണോടെർപ്പീൻസ് എന്ന് പറഞ്ഞാൽ 10 കാർബണാണ്. ഡൈടെർപ്പീൻസ് എന്ന് പറഞ്ഞാൽ 20, ട്രൈടെർപ്പീൻസ് എന്ന് പറഞ്ഞാൽ 30 കാർബൺ. അതിന് എക്സാമ്പിളാണ് ഈ പറഞ്ഞ പോലെ അസാഡിറക്റ്റിൻ, നീം, അതായത് വേപ്പിലുള്ള അസാഡിറക്ട ഇൻഡിക എന്ന് പറഞ്ഞ അസാഡിറക്റ്റിൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഒരു ട്രൈടെർപ്പീനാണ്. ആര്യവേപ്പിലുള്ള ഒരു കോമ്പൗണ്ടാണ്. അതുകൊണ്ടാണ് ആര്യവേപ്പിന് ആ പേര് വന്നത് അസാഡിറക്ട ഇൻഡിക എന്ന്. അപ്പോൾ അങ്ങനെയുള്ള പേരുകൾ നിങ്ങൾ അസാഡിറക്റ്റിൻ ഒരു ട്രൈടെർപ്പീൻ എന്ന് പറഞ്ഞാൽ 30 കാർബൺ. അത് ഉള്ളത്
അസാഡിറക്റ്റ ഇൻഡിക എന്ന് പറയുന്ന പ്ലാന്റിൽ. അസാഡിറക്റ്റ ഇൻഡിക എന്ന് പറഞ്ഞാൽ വേപ്പ്, ആര്യവേപ്പ്, മലയാളത്തിൽ ആര്യവേപ്പ് എന്ന് പറയും. അപ്പോൾ അതിലുള്ളൊരു കോമ്പൗണ്ടാണ്. അപ്പോൾ മോണോടെർപ്പീൻസ് പറഞ്ഞാൽ 10 കാർബൺ. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസും വരാം. മോണോടെർപ്പീൻസ് എന്ന് പറഞ്ഞാൽ എത്ര കാർബണാണ്, അങ്ങനെ ക്വസ്റ്റ്യൻസ് CSIR-ലെ എക്സാമിൻസിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. മോണോടെർപ്പീൻസ് എത്ര കാർബണാണ്, സെസ്ക്യൂടെർപ്പീൻസ് എത്ര കാർബണാണ്. അപ്പോൾ 10 കാർബണുള്ള കോമ്പൗണ്ടാണ്. അപ്പോൾ ഈ മെന്തോൾ എന്ന് പറഞ്ഞ ഒരു എസെൻഷ്യൽ ഓയിലാണ്. അതെന്താണ്, ഒരു മോണോടെർപ്പീനാണ്. അത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഇതിലേത് കാറ്റഗറിയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഏത് പ്ലാന്റിൽ നിന്നാണ്, കാറ്റഗറി അല്ല, ഏത് പ്ലാന്റിൽ നിന്നാണ്. ഒന്ന് കാസിയ ഫിസ്റ്റുലയാണ്. കാസിയ ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ കണിക്കൊന്ന, കൊന്നയുടെ ശാസ്ത്രീയനാമമാണ്. എന്തായാലും അതിൽ നല്ല മെന്ത പൈപ്രേറ്റ, പൊതീനയുടെ ശാസ്ത്രീയനാമമാണ് മെന്ത പൈപ്രേറ്റ. എന്നാണ് മെന്തോൾ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് എടുക്കുന്നത്. ഇത് ലാമിയേസിയ ഫാമിലി വരുന്നതാണ്. ലാമിയേസിയ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത ലാമിയേസിയ ഫാമിലി. ഞാൻ ലാമിയേസിയ ഫാമിലി എടുത്തത് നോക്കാം. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിനെ കുറിച്ചും ആ മെന്തോളിനെ കുറിച്ചും. സോ ഇതാണ് കറക്റ്റ് ആൻസർ, സി ആണ് കറക്റ്റ് ആൻസർ. പിന്നെ ജെട്രോഫ കുർക്കാസ് ഞാൻ ഇത് യൂഫോർബിയേസിയയിൽ ഏതാണ് ആൻസർ, ഇതാണ്. ഞാൻ ഇതിനെക്കുറിച്ചും കൂടെ ഡീൽ ചെയ്യാം. ജെട്രോഫ കുർക്കാസ് ആണ് ആവണക്ക് യൂഫോർബിയേസിയ ഫാമിലിയിലെ ആവണക്കിനെ പറയുന്ന പേരാണ് ജെട്രോഫ കുർക്കാസ്. യൂഫോർബിയേസിയയിൽ ഞാനിവിടെ ഓരോ മറ്റു ഓപ്ഷനുകളെ കുറിച്ചൊക്കെ പറയുന്നത് ഇതൊക്കെ നിങ്ങൾ പഠിച്ചു പോയ പ്ലാന്റുകളാണ്. അപ്പോൾ വീണ്ടും അത് ഫെമിലർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ജെട്രോഫ കുർക്കാസ് എന്ന് പറഞ്ഞാൽ ആവണക്ക് യൂഫോർബിയേസിയ ഫാമിലിയിലാണ്. സിഡിയം ഗൊജാവ പേരക്കയുടെ ശാസ്ത്രീയനാമമാണ്. സിഡിയം ഗൊജാവ. അതിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് മിർട്ടേസിയാണ്. ഞാൻ മിർട്ടേസിയ എടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയ ഏകദേശം എല്ലാ ഫാമിലിയും കൂടെ ഞാൻ എടുത്തു. ഇനി എടുക്കാനുള്ളത് 1-2 ഫാമിലി, ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ 1-2 ഫാമിലിയും കൂടെ എടുക്കാനുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത സെക്ഷനിലോട്ട് പോകും. എക്കണോമിക് ബോട്ടണി, എത്തനോ ബോട്ടണി, അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും പണ്ടെടുത്ത ടാക്സോണമിയിലെ കുറച്ച് മുമ്പെടുത്ത ക്ലാസ്, എൻ്റെ ഫസ്റ്റ് ക്ലാസ് ടാക്സോണമിയിലെ ഒരു ചെറിയ ഫൈലോജനറ്റിക് ഭാഗം തീർക്കാനുണ്ട്. അതും കൂടെ തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പേപ്പർ കംപ്ലീറ്റ് കഴിയും. പിന്നെ ഞാൻ അടുത്ത പേപ്പറിലോട്ട് മാറും. സോ അപ്പോൾ അതിനു മുമ്പ് ഞാൻ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒരേ പേര് തന്നെ ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് ഫെമിലറൈസ് ചെയ്ത് പറയും. ഫാമിലി പഠിക്കുമ്പോഴും ഈ പറഞ്ഞ എക്കണോമിക് ബോട്ടണി പഠിക്കുന്ന ടൈമിലും ഇനി അടുത്തെടുക്കാനുള്ള എത്തനോ ബോട്ടണി അല്ലെങ്കിൽ എക്കണോമിക് ബോട്ടണി എടുക്കുന്നൊക്കെ ടൈമിൽ ഞാൻ ഇത് ആവർത്തിച്ച് പറയും ഇതിൻ്റെ പേരുകളൊക്കെ. അപ്പോൾ കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നും കൂടെ നിങ്ങൾ വീഡിയോ എടുത്ത് കാണണം. എങ്കിൽ ഈ പേരുകൾ ബൈനോമിയിലൊക്കെ മനസ്സിൽ നിൽക്കണമെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത് കാണണം. ഓക്കെ, ഒരു വട്ടം കണ്ട് കഴിഞ്ഞ് പോയാൽ പോരാ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡർ ആസ് എ ബയോഡീസൽ പ്ലാന്റ്? എന്തിനാണ് ബയോഡീസൽ പ്ലാന്റ് ആയിട്ട് കണക്കാക്കുന്നത്? താഴെപ്പെടുന്നതിൽ മെന്ത പൈപ്രേറ്റ പൊതീന അല്ല ആൻസർ. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത് മാഞ്ചിഫറ ഇൻഡിക എന്ന് പറയുന്ന മാങ്ങയാണ്. മാംഗോയുടെ ശാസ്ത്രീയനാമമാണ് മാഞ്ചിഫറ ഇൻഡിക, അതല്ല. ജെട്രോഫ കുർക്കാസ് ആണ് ആൻസർ. യൂഫോർബിയേസിയയിൽ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത ആവണക്കിനെ നമ്മൾ ബയോഡീസൽ പ്ലാന്റ് എന്നും കൂടെ പറയാറുണ്ട്. എന്ന് ബയോഡീസലിൻ്റെ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ബയോഡീസൽ പ്ലാന്റ് എന്ന് വേറെ പേരിൽ അറിയപ്പെടുന്നത്. ഇനി റിസിനസ് കമ്മ്യൂണിസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാത്തൊരു പേരാണ്. അത് ഞാൻ യൂഫോർബിയസ് എടുത്തപ്പോൾ പറഞ്ഞത് അതിലൊരു മെമ്പറാണ്. ഇതാണ് കാട്ടാവണക്ക്. ഇത് നോർമൽ ആവണക്ക്. ഇതാണ് ആവണക്ക്, ഇത് കാട്ടാവണക്ക്. ഏത് റിസിനസ് കമ്മ്യൂണിസ്റ്റ്. രണ്ടും ഫാമിലി ഏതാണ്? യൂഫോർബിയേസിയ ഫാമിലിയിലുള്ളതാണ്. യൂഫോർബിയേസിയ ഫാമിലിയെ വിളിക്കുന്ന മറ്റൊരു പേര് സ്പേർജ് ഫാമിലി എന്നാണ് കേട്ടോ. സ്പർജ് ഫാമിലി. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ബി ആണ് ഇതിൻ്റെ ആൻസർ. അടുത്തത്, വിച്ച് ഓഫ് ദി പ്ലാന്റ് ഫാമിലി ഈസ് ജനറലി നോട്ട് കണ്ടെയ്നിങ് പ്ലാന്റ് വിത്ത് ലാറ്റക്സ്? അതായത് ഇതിൽ ഏത് പ്ലാന്റ് ഫാമിലിയാണ് ലാറ്റക്സ് കാണാത്തതെന്ന് വെച്ചാൽ, ലാറ്റക്സ് കാണാത്തത് നമ്മൾ മിൽക്കി ലാറ്റക്സ് നോട്ട് കണ്ടെയ്നിങ് ലാറ്റക്സ് ആണ്. അപ്പോൾ ലാറ്റക്സ് നമ്മൾ ഓൾറെഡി മിൽക്കി ലാറ്റക്സ് ഇസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 ഫാമിലി പഠിച്ചായിരുന്നു. അപ്പോൾ ഇതിൽ ആരായാലാണ് കാണാത്തത്? ഒന്ന് പൊയേസിയ, ലില്ലിയേസിയ. പൊയേസിയ എന്ന് പറഞ്ഞാൽ റൈസൊക്കെ വരുന്ന ഫാമിലിയാണ്. ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ടില്ല. പക്ഷെ റൈസിലൊന്നും എന്തില്ല, അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ
ഇലയോ അതിൻ്റെ തണ്ടൊന്നും എടുത്ത് പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്തില്ല, അതിലൊന്നും ലാറ്റക്സ് ഇല്ല. സോ ഇതെന്തായാലും ഒരു കറക്റ്റ് ആൻസർ ആവാൻ സാധ്യത. കാരണം ലില്ലിയേസി എന്ന് പറയുന്നത് ഉള്ളി, വെളുത്തുള്ളി, ചെറിയുള്ളിയൊക്കെ വരുന്ന ഫാമിലിയാണ്. അതിലും നമ്മൾ ലാറ്റക്സ് കണ്ടിട്ടില്ല. സോ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഒരു സാധ്യത എ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇനി നമുക്ക് ബാക്കി ഓപ്ഷനുകൾ നോക്കാം. ഒന്ന് അപ്പോസൈനേസി. അപ്പോസൈനേസി എന്ന് പറയുന്നത് ഏഴിലമ്പാല, ആൽസ്റ്റോണിയസ് പൊളാരിസ്, ഏഴിലമ്പാല, പറഞ്ഞ കാതറാന്തസ് റോസിയസ്, ശവന്നാറി എന്നൊക്കെ പറയുന്ന പ്ലാന്റ്, വിൻക്രിസ്റ്റും വിൻബ്ലാസിനൊക്കെ എടുത്ത പ്ലാന്റുകളാണ്. അതാണ് അപ്പോസൈനേസി വരുന്ന ഫാമിലി. അല്ല, ആ ഒരു മെമ്പേഴ്സുകളൊക്കെ വരുന്നത് അപ്പോസൈനേസി ഫാമിലിയാണ്. നമുക്കറിയാം ഏഴിലമ്പാലൊക്കെ എന്തുണ്ട്, ലാറ്റക്സ് ഉണ്ട്. നമ്മൾ ഇപ്പോൾ കാതറാന്തസ് എടുത്താലും പിന്നെ കോളാമ്പിപ്പൂ എടുത്താലൊക്കെ നിങ്ങൾ പൊട്ടിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാം, അതൊക്കെ ലാറ്റക്സ് അതിൽ ലീഫിലും എല്ലാ പാർട്സിലും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഓപ്ഷൻ ആവാൻ സാധ്യതയില്ല. പിന്നെ യൂഫോർബിയേസിയിൽ എന്തുണ്ട്, ലാറ്റക്സ് ഉണ്ട്. ഹെവിയ ബ്രസീലിയൻസിസ്, റബ്ബറിൽ ലാറ്റക്സ് ഉണ്ട്. ഹെവിയ ബ്രസീലിയൻസിസ് യൂഫോർബിയേസിയിൽ വരുന്ന മെമ്പറാണ്. സോ ഇതിൽ ഇമ്പോർട്ടൻ്റ് ഒരു മെമ്പറാണ് ഹെവിയ ബ്രസീലിയൻസിസ്. റബ്ബറിൽ എന്തുണ്ട്, ലാറ്റക്സ് ഉണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻ ബി ഓപ്ഷൻ എന്തായാലും അല്ല. ഇനി ആസ്കൽപിഡേസി എന്ന് പറഞ്ഞാൽ ലാറ്റക്സ് ഉള്ള അതിൻ്റെ യൂണീക്ക് ക്യാരക്ടർ ഉള്ള ഒരു ഫാമിലിയാണ്. ഞാൻ ആസ്കൽപിഡേസി എടുത്തോ പറഞ്ഞായിരുന്നു. നമ്മൾ നറുനീണ്ടിയുടെ സത്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി, നറുനീണ്ടി ലൈമുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഹെമിഡെസ്മസ് ഇൻഡിക്കസ് എന്ന പ്ലാന്റ് ഉണ്ട്. ഞാൻ ആസ്കൽപിഡേസി എടുത്തോ പറഞ്ഞായിരുന്നു. പിന്നെ എരിക്കിലും എന്തുണ്ട്, ലാറ്റക്സ് ഉണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലും ഈ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിലൊക്കെ കുറേ കാണുന്നൊരു പ്ലാന്റാണ് എരിക്ക് എന്ന് പറയുന്നത്. കലോട്രോപ്പിസ് ജൈജാൻഷ്യ, ഞാൻ ആസ്കൽപിഡേസി എടുത്തോ പറഞ്ഞിട്ടുണ്ട് ആ പേര്. അപ്പോൾ അതിലൊക്കെ എന്തുണ്ട്, ലാറ്റക്സ് ഉണ്ടാവുകൊണ്ട് ഇതും ഓപ്ഷൻ അല്ല. പിന്നെ ആസ്കൽപിഡേസി ഇവിടെ വരുന്നുണ്ടാവുകൊണ്ട് ഇതും ഓപ്ഷൻ അല്ല. റാനിങ്കുലേസി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫാമിലിയാണ്. അതിലും ഞാൻ ലാറ്റക്സിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതും ഓപ്ഷൻ അല്ല. ഇതിലൊരു വ്യത്യാസമുണ്ട്. ഈ ഫാമിലിയിൽ ഇത് ഫസ്റ്റ് ഫാമിലി ഇതിൽ ലാറ്റക്സിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ഓപ്ഷൻ അതിന് സാധ്യത ഉണ്ട്. മാൽവേസി എന്ന് പറഞ്ഞാൽ ചെമ്പരത്തി വരുന്ന ഫാമിലിയാണ്. ചെമ്പരത്തിയിലും എന്തില്ല, ലാറ്റക്സ് ഒന്നുമില്ല. അപ്പോൾ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആ പ്ലാന്റ് ഓരോ പ്ലാന്റ് ഏതിലാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു ചെമ്പരത്തി മാൽവേസി ഫാമിലിയിലാണ്. അപ്പോൾ ചെമ്പരത്തി നമുക്കറിയാം, നമ്മൾ പൊട്ടിച്ച് നോക്കിയാൽ ലാറ്റക്സ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇതിലും എന്തില്ല, ലാറ്റക്സ് ഇല്ല. അപ്പോൾ ഓപ്ഷൻ വരാൻ സാധ്യത എയും ഇയും ഉള്ള ആൻസറാണ്. എ ഇ ഇതിലേതിലുണ്ട്, എന്താ ഓപ്ഷൻ സി ഉണ്ട് അല്ലേ. ഓപ്ഷൻ സിയിലാണ് എന്ത്, ഒരു ക്വസ്റ്റ്യൻ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ കൊടുത്ത ടൈമിൽ പറഞ്ഞായിരുന്നു ഒന്ന് തിരുത്താൻ. എനിക്കറിയില്ല നിങ്ങൾക്ക് തിരുത്തി കിട്ടിയോന്ന്. ഒന്നാമത്തെ ഓപ്ഷനിൽ, അതായത് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞ് എ കറക്റ്റാണ്, ലാറ്റക്സ് ഇല്ലാത്ത ഫാമിലികളാണ്. പിന്നെ വരുന്നത് ഇ ആണ്. അപ്പോൾ എയും ഇയും ഉള്ളതില്ല, പക്ഷേ ഇത് മാറിപ്പോയതാണ്. ഇതാണ് എയും ഇയും ഉള്ളത്. അപ്പോൾ ഓപ്ഷൻ സി ആണ്. ഇനി അതുമല്ല, നിങ്ങൾ എ എന്ന് എഴുതിയാലും ആൻസറാണ്, ഇ എന്ന് എഴുതിയാലും ആൻസറാണ്. പക്ഷേ എക്സാമിന് ഓപ്ഷൻസ് ഇത് രണ്ടും ഉണ്ടെങ്കിൽ അത് എഴുതുന്നതാണ് ആൻസർ. അപ്പോൾ നിങ്ങൾ പഠിച്ച സ്ഥിതിക്ക് നിങ്ങൾ എയും ഇയും എഴുതാം, അല്ലെങ്കിൽ ഇ എഴുതാം. ഈ നിങ്ങൾക്ക് അറിയാം ലാറ്റക്സ് ഇല്ലാത്തതാണ്, അപ്പോൾ തെറ്റൊന്നുമില്ല. പക്ഷേ ആരുണ്ട് ഇതിൽ ഈ ഒരു മെമ്പേഴ്സും ലാറ്റക്സ് ഇല്ല. അപ്പോൾ നിങ്ങൾ ജനറലി അത് ലോജിക്ക് വെച്ച് മനസ്സിലാക്കണം. ഇത് എ വെച്ച് സി എന്നുള്ളത് എ എന്ന് എഴുതിയ സി ആയി പോയതാണ്. ഓക്കെ, അപ്പോൾ എയും ഇയും ആണ് ആൻസർ. കുഴപ്പമില്ല, നിങ്ങൾ എഴുതിയപ്പോൾ എയും ഇയും ആരെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ആൻസറാണ്. രണ്ടും കൂടെ ചേർത്തുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ഇവിടെ കൊടുത്തപ്പോൾ തെറ്റിപ്പോയതാണ്. സോ അത് ലോജിക്ക് വെച്ച് മനസ്സിലാക്കുക. എയും ഇയും ആണ് ആൻസർ. ഓക്കെ, അടുത്തത് ഡാഷ് ഈസ് എ സിട്രസ് ഫാമിലി. ഏതാണ്? റൂട്ടേസി. റൂട്ടേസി വിളിക്കുന്ന അല്ലെങ്കിൽ ഓറഞ്ചൊക്കെ വരുന്ന, നാരങ്ങയൊക്കെ വരുന്ന ഫാമിലിയാണ് റൂട്ടേസി എന്ന് പറയുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് സിട്രസ് ഫാമിലി. സിട്രസ് ഫാമിലി എന്ന് റൂട്ടേസിയാണ്. ഓക്കെ, ഇതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ഡിസ്കസ് ചെയ്യാനില്ല. അടുത്തത് ഹെവിയ ബ്രസീലിയൻസിസ്.
ഹെവിയ ബ്രസീലിയൻസിസ് റബ്ബറിൻ്റെ ശാസ്ത്രീയ നാമമാണ്. ജെട്രോഫ കുർക്കാസ്, രാവണക്ക് ഞാൻ നേരത്തെ പറഞ്ഞു. ഇസ് ബിലോങ്സ് ടു ദ ഫാമിലി ഏതാണ്? അപ്പോസൈനേസി അല്ല, ആസ്ട്രിബിഡേസി അല്ല, യൂഫോർബിയേസി ആണ്. രണ്ടും യൂഫോർബിയേസിയിലാണ്. അതുകൊണ്ടാണ് യൂഫോർബിയേസി ആൻഡ് യൂഫോർബിയേസി എന്ന് പറഞ്ഞത്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തും പറയുന്നതൊക്കെ ആ ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞു. ഈ രണ്ടുപേരും വരുന്ന യൂഫോർബിയേസിയിലാണെന്ന് പറയാനുള്ള കാരണം വീണ്ടും നിങ്ങൾ കേൾക്കുമ്പോഴേ ഞങ്ങൾക്കത് കുറച്ചും കൂടെ നമ്മളൊക്കെ ഭാഷയിൽ നമ്മളുടെയൊക്കെ ഒരു ടേമിൽ പറഞ്ഞാൽ അത് വീണ്ടും കേട്ട് കഴിഞ്ഞാൽ നമുക്കത് കത്താൻ സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക. വീണ്ടും പറയുന്നത് വീണ്ടും നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി നിങ്ങളുടെ മൈൻഡിന് അത് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ആൻസർ, ബി എന്നതാണ് ആൻസർ. 6B ആണ്. ഓക്കെ, അടുത്തത് 7. ഹെഡ് ഇൻഫ്ലോറസൻസ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഫാമിലി. ഞാൻ പറഞ്ഞു ഹെഡ് ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞൊരു ഇൻഫ്ലോറസൻസ് ഉണ്ട്. അതിന് വിളിക്കുന്ന വേറൊരു പേരാണ് ക്യാപിറ്റുലം. എന്താണ് ക്യാപിറ്റുലം? വേറൊരു പേരുണ്ട്, ക്യാപിറ്റുലം. അപ്പോൾ അതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലുക്ക് ലൈക്ക് ഫ്ലവർ പോലെ തോന്നും. അതിന് 2 തരം ഡിസ്ക് ഫ്ലോററ്റ്, റേ ഫ്ലോററ്റ് പറഞ്ഞപ്പോൾ നമ്മൾ സൂര്യകാന്തിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതാണ് ഹെഡ് ഇൻഫ്ലോറസൻസ്. അതിന് റേ ഫ്ലോററ്റ് ഉണ്ട്, ഡിസ്ക് ഫ്ലോററ്റ് ഉണ്ട്. ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് ആണ്, ഞാൻ പറഞ്ഞായിരുന്നു. എന്താണ് ഇൻഫ്ലോറസൻസ്? എ ക്ലസ്റ്റർ ഓഫ് ഫ്ലവർ എന്ന് പറഞ്ഞ പേരാണ് ഇൻഫ്ലോറസൻസ്. അത് ഇതിലേത് ഫാമിലിക്കാണുള്ളത്? ആസ്ട്രിബിഡിയസ് കിട്ടില്ല. എരിക്ക് എന്തായാലും ഇൻഫ്ലോറസൻസ് അല്ല. എരിക്കിൽ നിങ്ങൾ അങ്ങനെ ഹെഡ് ഇൻഫ്ലോറസൻസ് കണ്ടിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ആസ്ട്രേസിയയിലുണ്ട്, ആസ്ട്രേസിയ ഫാമിലിയിലാണ്. ആസ്ട്രേസിയ ഫാമിലിയുടെ ക്യാരക്ടറാണ്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. ഉത്തരം സി ആണ്. ഓക്കെ, അടുത്ത് ക്ലോവ് ഓയിൽ ഈസ് ഒബ്ടൈൻഡ് ഫ്രം. ക്ലോവ് ഓയിൽ പല്ലുവേദനക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ് ക്ലോവ് ഓയിൽ. അത് ഇതിൽ ഏത് മെമ്പറിൽ നിന്നാണ് ഒബ്ടൈൻ ചെയ്യുന്നത്? മെന്താ പൈപ്രേറ്റ എന്ന് പറഞ്ഞാൽ പൊതീനയുടെ ശാസ്ത്രീയ നാമമാണ്. മെന്താ പൈപ്രേറ്റ എന്ന് പറയുന്നത് ആരതാണ്? പൊതീനയുടെ ശാസ്ത്രീയ നാമമാണ്. കാദ്രാന്തസ് റോസിയസ് എന്ന് പറയുന്നത് ശവന്നാറി, അല്ലെങ്കിൽ പിന്നെ നമ്മൾ പല പേരുകൾ പറയും. വിൻക്രിസ്റ്റിനും വിൻബ്ലാസ്റ്റിനും എന്ന് പറഞ്ഞ 2 ആൻറ്റി ക്യാൻസർ കോമ്പൗണ്ട് എടുത്ത പ്ലാന്റ് ആണ്. അതിൽ നിന്ന് അല്ല, ഐസൊലേറ്റ് ചെയ്ത് ഇതിൽ നിന്നും അല്ല. പിന്നെ വരുന്ന യൂഫോർബിയ ഹിർട്ടയാണ്. അത് അതിൽ നിന്നുമല്ല, അത് യൂഫോർബിയസിലെ മെമ്പറാണ്. സൈസീജിയം ആരോമാറ്റിക്കം, ഇതാണ് ആൻസർ. സൈസീജിയം ആരോമാറ്റിക്കം, ക്ലോവ് ഓയിൽ, ഗ്രാമ്പു, അതിൻ്റെ ശാസ്ത്രീയ നാമമാണ് ക്ലോവ്. സൈസീജിയം ആരോമാറ്റിക്കം ഏതാ ഫാമിലി? മിർട്ടേസിയ ഫാമിലിയിൽ വരുന്നതാണ്. മിർട്ടേസിയ ഫാമിലി ഏതാണ്? മിർട്ടേസിയ ഫാമിലിയിൽ നിന്നുള്ള ഒരു മെമ്പറാണ് സൈസീജിയം ആരോമാറ്റിക്കം, അല്ലെങ്കിൽ യൂജീനിയ ആരോമാറ്റിക്കം എന്നും പറയും. അതിൻ്റെ സിനോണിമാണ് എന്താണ്? യൂജീനിയ ആരോമാറ്റിക് അല്ല, യൂജീനിയ ആരോമാറ്റിക് ആണ് ഇപ്പോഴത്തെ കറക്റ്റ് നെയിം. സോറി, ഇതാണ് ഇതിൻ്റെ സിനോണിം. യൂജീനിയ എന്നും പറയും കേട്ടോ. യൂജീനിയ ആരോമാറ്റിക്കം, ബാക്കി കറക്റ്റാണ്. അപ്പോൾ ക്ലോവിൻ്റെ ശാസ്ത്രീയ നാമമാണ് യൂജീനിയ ആരോമാറ്റിക്കം. ഏത് ഫാമിലിയാണ്? മിർട്ടേസിയാണ്. മിർട്ടിൽ ഫാമിലി. മിർട്ടേസിയുടെ മറ്റ് മെമ്പേഴ്സാണ് സിഡിയം ഗൊജാവ എന്ന് പറയുന്ന പേരയ്ക്ക. ഓക്കെ, അതിൽ വരുന്നൊരിതാണ്. പിന്നെ ചാമ്പയ്ക്ക, സൈസീജിയം സെയിലാനിക്കം, അതും ഈ മിർട്ടേസിയയിൽ വരുന്ന മെമ്പറാണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 8D ആണ്. 8D ആണ്. ലാറ്റക്സ് ഇസ് ഒബ്ടൈൻഡ് ഫ്രം റൂട്ട് ഓഫ് ഹെവിയ ബ്രസീലിയൻസിസ് ആണോ? അല്ല. ലീഫ് ഓഫ് ഹെവിയ ബ്രസീലിയൻസിസ് അല്ല. ഹെവിയ ബ്രസീലിയൻസിസ് എന്താണ്? റബ്ബറിൻ്റെ ശാസ്ത്രീയ നാമമാണ്. സ്റ്റെം ബാർക്ക് ഓഫ് ഹെവിയ ബ്രസീലിയൻസിസ് കറക്റ്റാണ്. ഫ്ലവർ എന്നല്ല. അപ്പോൾ ലാറ്റക്സ് ഒബ്ടൈൻ ചെയ്യുന്നത് എവിടുന്നാണ്? സ്റ്റെം ബാർക്ക് ഓഫ് ഹെവിയ ബ്രസീലിയൻസിസ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ലാറ്റക്സ് ഇസ് ഒബ്ടൈൻഡ് ഫ്രം ദി സ്റ്റെം ബാർക്ക് ഓഫ് ഹെവിയ ബ്രസീലിയൻസിസ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് സയാക്യം ഇൻഫ്ലോറസൻസ് ഇസ് ഫൗണ്ട് ഇൻ ദ വിച്ച് ജീനസ്?
സയാത്യം ഇൻഫ്ലോറസൻസ്. ആക്ച്വലി സയാത്യം ഇൻഫ്ലോറസൻസ് കാണുന്നത് യൂഫോർബിയസെ ഫാമിലിയിലെ യൂഫോർബിയ ജീനസിലാണ്. യൂഫോർബിയ നേരത്തെ പഠിച്ചില്ല, യൂഫോർബിയ ഹിർട്ട, യൂഫോർബിയ പൾച്ചറിമ. ക്രിസ്മസ് അതായത് അതിൻ്റെ ടെൻഡർ ലീഫിൽ റെഡ് കളർ കാണും. ഞാൻ യൂഫോർബിയസെ ഫാമിലി എടുത്തപ്പോൾ പറഞ്ഞായിരുന്നു. അതിലൊക്കെ ഉള്ള ഇൻഫ്ലോറസൻസ് ആണ് സയാത്തി ഇൻഫ്ലോറസൻസ് ആണ്. അടുത്തൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് ആണ് ഇത് സയാത്തി ഇൻഫ്ലോറസൻസ്. അത് എന്തിൻ്റെ ക്യാരക്ടറാണ്? യൂഫോർബിയ ജീനസിൻ്റെ ഒരു ക്യാരക്ടറാണ്. ഇതാണ് ആൻസർ. ഇനി അടുത്തത് പണ്ട് ഫ്ലവറിൻ്റെ മോർഫോളജി എടുത്തപ്പോൾ അല്ലെങ്കിൽ മുമ്പത്തെ ക്ലാസ്സിലെടുത്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു സിനാൻഡ്രസും സിഞ്ചിനീഷ്യസ് സ്റ്റേമൻസും അല്ലേ. സിനാൻഡ്രസും സിഞ്ചിനീഷ്യസ് സ്റ്റേമൻസും എന്താണെന്ന് ഞാൻ ഒരിക്കൽ കൂടെ പറയാം, എങ്കിലും അതിൻ്റെ ആൻസർ ഞാൻ പറയാം. സിനാൻഡ്രസ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേമൻസും അതിൻ്റെ സ്റ്റേമൻസിൻ്റെ ബണ്ടിൽസും ആന്ത്രും എല്ലാം കൂടെ ഫ്യൂസ് ചെയ്തൊരു ഒറ്റ കണ്ടീഷനായിട്ട് നിൽക്കും. സ്റ്റേമൻസും അതിൻ്റെ ബണ്ടിലൊക്കെ ഫ്യൂസ് ചെയ്തിട്ടിങ്ങനെ ഒറ്റ കണ്ടീഷനിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നതിനെയാണ്, എല്ലാം ഫ്യൂസ്ഡ് ആണ് അതിനെയാണ് സിനാൻഡ്രസ് സ്റ്റേമൺ എന്ന് പറയാം. പിന്നെ സിഞ്ചിനീഷ്യസ് എന്ന് പറഞ്ഞാൽ ആന്ത്രകൾ ഫ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഫിലമെൻറ്റുകൾ ഫ്രീ ആയിരിക്കും. അപ്പോൾ ഇത് കാണുന്നത് സിനാൻഡ്രസ് കാണുന്നത് കുക്കുർബിറ്റേസി, മത്തനും വെള്ളരിയും കുമ്പളൊക്കെ വരുന്ന ഫാമിലി, കുക്കുർബിറ്റ ഫാമിലി. ഇത് ഞാൻ പഠിപ്പിച്ച ഫാമിലിയാണ്, അതിൽ വരുന്നതാണ്. എല്ലാം ക്ലൈംബേഴ്സാണ്, തണ്ണിമത്തനൊക്കെ വരുന്നത്. അപ്പോൾ അതിലെ കണ്ടീഷനാണ് എന്ത്? മെയിൽ പാർട്ട് ആൻഡ്രീഷ്യം എന്താണ്? സിനാൻഡ്രസ് ആണ്. ഇനി സിഞ്ചിനീഷ്യസ് എന്ന് പറഞ്ഞാൽ ആസ്ട്രേസിയയിൽ വരുന്നൊരു ക്യാരക്ടറാണ്. അത് ഹെലിയാന്തസ് ഫാമിലി, സൂര്യകാന്തിയിൽ വരുന്നൊരു ക്യാരക്ടറാണ്. നമ്മളിപ്പോൾ ഹെഡ് ഇൻഫ്ലോറസൻസ് പഠിച്ചു, അതിൽ വരുന്ന ആ ഫാമിലി വരുന്നൊരു ക്യാരക്ടറാണ് എന്ത്? ആസ്ട്രേസിയയിൽ വരുന്നൊരു ക്യാരക്ടറാണ് എന്ത്? ഈ പറഞ്ഞ സിഞ്ചിനീഷ്യസ് സ്റ്റേമൻസ്. അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, അടുത്തത് പ്രസൻസ് ഓഫ് ഇൻട്രാ മാർജിനൽ ആൻഡ് സബ് മാർജിനൽ വെയിൻസ് ഓൺ ലീവ്സ്. ലീവ്സിൽ ഒരു ലീവ്സ് വരച്ചു കഴിഞ്ഞാൽ ഇൻട്രാ മാർജിനൽ വെയിൻസ് ഇത് കാണുന്നത് ചാമ്പയ്ക്കൊക്കെയാണ്. ചാമ്പയ്ക്ക് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. പേരക്കയിലൊക്കെ എന്താ നന്നായിട്ടുണ്ട്, ഇത് കാണാൻ പറ്റും. പേരക്കയുടെ ഇല എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ അത് ഏത് ഫാമിലിയുടേതാണ്? മിർട്ടേസി. ഇൻട്രാ മാർജിനൽ ആൻഡ് സബ് മാർജിനൽ വെയിൻസ് കാണുന്നത് ഏത് ഫാമിലിയുടെ ക്യാരക്ടറാണ്? മിർട്ടേസിയുടെ ക്യാരക്ടറാണ് കേട്ടോ. അടുത്ത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ റിഗാർഡിംഗ് ദി പ്ലാന്റ് ഫാമിലി ഓഫ് ആസ്ട്രേസിയ ഫാമിലിയുടെ ക്യാരക്ടേഴ്സുകൾ ഇതിൽ സ്റ്റേറ്റ്മെന്റ് ഏതാണ് ട്രൂ എന്നാണ് കേട്ടോ. ഈസ് ട്രൂ എന്നാണ് ചോദിച്ചത്. ഈസ് ട്രൂ. ഫസ്റ്റ്, ദ ഫാമിലി അതർവൈസ് നോൺ ആസ് കോമ്പോസിറ്റെ. ഞാൻ പറഞ്ഞു ആസ്ട്രേസിയയുടെ വേറൊരു പേരെന്താണ്? കോമ്പോസിറ്റെ എന്നാണ്. അങ്ങനെയും പറയാം, അത് കറക്റ്റാണ്. പ്ലാന്റ്സ് പാർട്സ് ആർ ഹെയറി. നമുക്കറിയാം, സൂര്യകാന്തി എടുത്താലും ഏത് പ്ലാന്റ് എടുത്താലും നിങ്ങൾ ആസ്ട്രേസിയയിലെ ഹെയറിയാണ്, ഫുൾ ഹെയറി ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അതും ക്യാരക്ടറാണ്. ഫ്രൂട്ടി സിപ്സെല്ല. സിപ്സെല്ലയാണ് ഫ്രൂട്ട്. അതിൻ്റെ ഒരു സീഡിനെ ഡിസ്പേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അപ്പൂപ്പൻ താടിയോ കണ്ടിട്ടില്ലേ? ഒരുപാട് പാപ്പസ് ഹെയർസുകൾ ഉണ്ടാവും. കാലിക്സ് മോഡിഫൈഡ് ഇൻ ടു പാപ്പസ് ഹെയർസ്. ഇങ്ങനെയൊക്കെ അപ്പൂപ്പൻ താടിയൊക്കെ പോകുന്നത്. ഒരു ചെറിയ സീഡും ഒരുപാട് പാപ്പസ് ഹെയർസും ഫോർ ദി ഈസി ഡിസ്പോസൽ ഓഫ് ദി സീഡ്. അപ്പോൾ അതതിൻ്റെ ഒരു ക്യാരക്ടറാണ്. ആ ഫ്രൂട്ടിനെ പറഞ്ഞ പേരാണ് സിപ്സെല്ല. എന്താണ്? സിപ്സെല്ല. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഫ്രൂട്ട് പഠിപ്പിച്ചപ്പോഴും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഫ്ലോറസൻസ് ഈസ് ക്യാപിറ്റലും. ക്യാപിറ്റൽ ഇൻഫ്ലോറസൻസ് ആണ്. അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന വേറൊരു പേര് ഹെഡ് ഇൻഫ്ലോറസൻസ്. ഹെഡ് ഇൻഫ്ലോറസൻസ്. ഫ്രൂട്ട് ലെഗ്യൂം അല്ല. ലെഗ്യൂം ഫാബേസിയ ഫാമിലി, പയർ വർഗത്തിലുള്ള ചെടിയുടെ ഫ്രൂട്ടിനെ വിളിക്കുന്ന പേരാണ് ലെഗ്യൂം. അല്ലെങ്കിൽ വേറൊരു പേര് വിളിക്കും പോഡ്
അത് ഫാബേസിയുടെ ആണ്, ഫാബേസിയുടെ ക്യാരക്ടറാണ്. അപ്പോൾ ഇത് തെറ്റാണ്. എയും ബിയും സിയും ഡിയും വരുന്ന ഓപ്ഷൻ ഏതാ ഉള്ളത്? എയും ബിയും സിയും ഡിയും വരുന്ന എ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. എ ആണ് കറക്റ്റ്. എ ആണ് കറക്റ്റ്. ഓക്കെ. The family Euphorbiaceae commonly known as, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എന്താണ്? സ്പേർജ് ഫാമിലി. ഫാമിലി Euphorbiaceae is known as സ്പേർജ് ഫാമിലി. Which is the largest family among the angiosperm? ആൻജിയോസ്പേമിൽ ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റിൽ ഏറ്റവും ലാർജസ്റ്റ് ഫാമിലി ഏതാണ്? നമ്മൾ പഠിച്ചിട്ടില്ല. ഞാൻ പക്ഷേ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ലാർജസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞത് ആസ്ട്രേസിയാണ് കേട്ടോ. ആസ്ട്രേസിയാണ് ലാർജസ്റ്റ് ഫാമിലി. സെക്കൻഡ് ലാർജസ്റ്റ് ഫാമിലി ഓർക്കിഡേസിയാണ്. ഓർക്കിഡുകൾ വരുന്ന ഫാമിലി ഓർക്കിഡേസി. ഓർക്കിഡേസ്. ഓക്കെ, ഇതാണ് ആസ്ട്രേസി. ഡിസ്ക് ഫ്ലോററ്റ് ആൻഡ് റേ ഫ്ലോററ്റ് ആർ ഫൗണ്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാമിലി? ഏതാണ്? കോമ്പോസിറ്റ് വിളിക്കുന്ന, അല്ലെങ്കിൽ സൂര്യകാന്തി ഫാമിലി. ഹെലിയാന്തസ് അന്നസ് എന്നാണ് സൂര്യകാന്തിയുടെ ശാസ്ത്രീയ നാമം. ഹെലിയാന്തസ് ഒരു ഓയിൽ ഈൽഡിങ് പ്ലാന്റ് ആണ്. അങ്ങനെ ചോദിക്കാം. ഓയിൽ ഈൽഡിങ് പ്ലാന്റായ ഹെലിയാന്തസ് അന്നസ് ഏത് ഫാമിലിയിലാണ്? ആസ്ട്രേസിയാണ്. അല്ലെങ്കിൽ എൻ്റെ പേര് ശാസ്ത്രീയനാമം എന്താണ്? ഹെലിയാന്തസ് അന്നസ്. ഇതിന് വിളിക്കുന്ന വേറൊരു പേര് ആസ്ട്രേസി. ആസ്ട്രേസിയ ഫാമിലി ഞാൻ എടുത്തിട്ടുള്ളതാണ്. അതിന് വിളിക്കുന്ന വേറെ പേരാണ് കോമ്പോസിറ്റ്. ഓക്കെ, ഇത് രണ്ടും കൂടെ ചേർന്ന് ഡിസ്ക് ഫ്ലോററ്റും റേ ഫ്ലോററ്റും കൂടെ ചേർന്നാണ് ഹെഡ് ഇൻഫ്ലോറസൻസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ക്യാപിറ്റുലം ഇൻഫ്ലോറസൻസ് ഉണ്ടാവുന്നത്. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് കോഫി ഫാമിലി? കോഫി, നമ്മൾ കുടിക്കുന്ന കോഫി അല്ലെങ്കിൽ കോഫി പൗഡർ അല്ലെങ്കിൽ കാപ്പി വരുന്ന ഫാമിലി ഇതിന് വന്ന് റൂബിയേസിയാണ്. റൂബിയേസി കേട്ടോ, റൂബിയേസിയാണ്. അടുത്ത വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാമിലി മെമ്പേഴ്സ് ആർ ആരോമാറ്റിക്? സ്മെല്ലുള്ള ഒരു മണമുള്ള വിളിക്കുന്ന പേരാണ് ആരോമാറ്റിക്. അപ്പോൾ ആരോമാറ്റിക് നിങ്ങൾക്ക് പ്ലാന്റുകൾ അറിയാൻ പറ്റും. തുമ്പയും തുളസിയൊക്കെ ഇതിലാണ് വരുന്നത്. അപ്പോൾ ഇതിവിടെ ആരോമാറ്റിക് ആണ്, മണം ഉള്ളതാണ് നമുക്കറിയാം. റൂട്ടേസി ഓറഞ്ചൊക്കെ വരുന്നതാണ്. കറിവേപ്പ് ഓറഞ്ചൊക്കെ, കറിവേപ്പിനും ഓറഞ്ചിനൊക്കെ മണമുണ്ട്. അപ്പോൾ ഇതിനും മണമുണ്ട്. മിർട്ടേസി പേരക്ക, പിന്നെ ക്ലോവ്, ഗ്രാമ്പു ഒക്കെ, അപ്പോൾ അതും മണമുള്ളതാണ്. അപ്പോൾ ആൻസർ ഓൾ ദി എബവ് ആണ് ആൻസർ. ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാമിലി ഫൗണ്ട് ഓവറി വിത്ത് പാരൈറ്റൽ പ്ലാസൻറ്റേഷൻ? പാരൈറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവറി എടുത്തിപ്പോൾ മുറിച്ച് കഴിഞ്ഞാൽ സീഡുകൾ ഇങ്ങനെ പെരിഫറിയിൽ ഇങ്ങനെ കിടക്കും. ഇതിനാണ് പാരൈറ്റൽ പ്ലാസൻറ്റേഷൻ. ഓവ്യൂൾസ് ആർ അറേഞ്ച്ഡ് ഇൻ ദ പെരിഫറി ഓഫ് ദി ഓവറി. ഇത് തണ്ണിമത്തനും വെള്ളരിയൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എടുത്ത് മുറിച്ച് നോക്കണം. ആ പ്ലാസൻറ്റേഷനെ പറയുന്ന പേരാണ് പാരൈറ്റൽ പ്ലാസൻറ്റേഷൻ. അത് കാണപ്പെടുന്ന ഫാമിലി അപ്പോൾ ഏതാണ്? കുക്കുർബിറ്റേസിയാണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫോളോയിങ് പ്ലാന്റ്സ് വിച്ച് ഷോസ് മാർജിനൽ പ്ലാസൻറ്റേഷൻ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മളെ പയറിൻ്റെ സീഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ, പയർ പൊളിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ സീഡ് വരുന്നത് ഇങ്ങനെയാണ്. അല്ല, ഒരു സൈഡിലാണ് പയർ. അത് അതിനെ പറഞ്ഞ പേരാണ് മാർജിനൽ പ്ലാസൻറ്റേഷൻ. പയറൊക്കെ എടുത്തൊന്ന് മുറിച്ച് ഇങ്ങനെ പൊളിച്ചു നോക്കിയാൽ മതി. അപ്പോൾ ആ ഫ്രൂട്ടിനെ പറയുന്ന പേര് ലെഗ്യൂം എന്നാണ്, അല്ലെങ്കിൽ പോഡ് അല്ലെങ്കിൽ ലെഗ്യൂം. അതിൽ വരുന്ന പ്ലാസൻറ്റേഷൻ ആണെന്ത്?
മാർജിനൽ പ്ലാസന്റേഷൻ. മാർജിനൽ പ്ലാസന്റേഷൻ ആരുടെ ക്യാരക്ടറാണ്? ഫാബേസിയുടെ ക്യാരക്ടറാണ്. അത് അപ്പോൾ ഇതിൽ പയർ വരുന്നത് ഫാബേസിയിലാണ്. പയറിൻ്റെ ശാസ്ത്രീയ നാമം പൈസം സറ്റൈവം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത സെക്ഷൻ ഡിസ്കസ് ചെയ്യാം.